ഹലോ ഫ്രണ്ട്സ്, അരുണാണേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിനെ കുറിച്ച് പരിചയപ്പെടുത്താനും അതിനെക്കുറിച്ചൊന്ന് പറയാനുമാണ്. അത് പറയാൻ കാര്യം, എൻ്റെ വൈഫിന് ചെറിയൊരു അസുഖമായിട്ട് പല ഹോസ്പിറ്റലുകളിലും ആയുർവേദവും അലോപ്പതിയും ഒക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടും ഒരു മാറ്റവും വന്നില്ല. അപ്പോൾ അസുഖം എന്താണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആണ് ഈ അഞ്ചലുള്ള ഈ ഹോമിയോപ്പതി ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നതും അവരുടെ ഡോക്ടർ അമൃത ഡോക്ടറിനെ കുറിച്ച് അറിയുന്നതും ഡോക്ടറിൻ്റെ പരസ്യം ഫേസ്ബുക്കിൽ കാണാനിടയായതും അങ്ങനെ എൻ്റെ വൈഫ് അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു അസുഖം വന്നു, പക്ഷേ അത് പല രീതിയിൽ നോക്കിയിട്ട് മാറിയില്ല. പക്ഷേ ഇപ്പോൾ നന്നായിട്ടത് മാറുകയും വളരെ പൂർണ്ണമായിട്ടും ആ അസുഖം മാറി. അപ്പോൾ അതെന്താണെന്നൊക്കെ എൻ്റെ വൈഫ് പറയും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, എൻ്റെ പേര് റീമ. ഞാൻ അഞ്ചൽ സ്വദേശിയാണ്. അപ്പോൾ എനിക്ക് ഈ ആസിഡ് റിഫ്ലക്ഷൻ, അപ്പോൾ അത് ഇപ്പോൾ 3 മാസമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും അത് കുറയാഞ്ഞിട്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ ഡോക്ടർ അമൃത ഹോമിയോപ്പതി ക്ലിനിക്, അഞ്ചൽ SBIയുടെ ഓപ്പോസിറ്റ് കുന്നംകുളം സ്റ്റോഴ്സിൻ്റെ മുകളിലായിട്ട് ഡോക്ടർ അമൃത മാഡത്തിൻ്റെ ഫേസ്ബുക്കിൽ പിന്നെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ മരുന്ന് പരീക്ഷിക്കാൻ അവിടെ പോയത്. ഇപ്പോൾ 1.5 മാസം 3 സിറ്റിംഗ് മരുന്നെടുത്തു. അപ്പോൾ എനിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും അസുഖമില്ല. അതായത് ഇത് GRD അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരു 3 മാസത്തോളം തലയണ പുറയിൽ വെച്ചിട്ട് ചാരി ഇരുന്നാണ് ഉറങ്ങിയിട്ടുള്ളത്. അവന് പിന്നെ ഉറങ്ങിപ്പോവും, അല്ലാതെ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് എനിക്കിപ്പോൾ അസുഖം പൂർണ്ണമായി ഭേദമായി. അവിടെ ഈ അസുഖത്തിന് മാത്രമല്ല, പലവിധ അസുഖങ്ങൾക്ക് പലരും വന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ 3 മാസം ഇംഗ്ലീഷ് മരുന്ന് എടുത്തെങ്കിലും എനിക്കത് മാറിയില്ല. പക്ഷേ ഇവിടുത്തെ 3 സിറ്റിംഗ് മരുന്നോടുകൂടി, അതും വളരെ കുറഞ്ഞ എമൗണ്ട് ചിലവായിട്ടുള്ളൂ, ആ 3 സിറ്റിംഗ് മരുന്നോടുകൂടി എനിക്ക് പൂർണ്ണമായി ഭേദമായി. ഒരുപാട് നന്ദി അറിയിക്കുന്നു ഡോക്ടർ അമൃതയോട്.